പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. പല രീതിയിൽ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം. എന്നാൽ രുചി ഒട്ടും കുറയാതെ കുറഞ്ഞ ചേരുവയിൽ എളുപ്പത്തിൽ കുഴഞ്ഞു പോകാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് 1.5 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 1 ടീസ്പൂൺ നാരങ്ങാനീര്, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് എന്നിവയിട്ട് നന്നായി മിക്സ് ചെയ്ത് മട്ടൺ അതിലേക്കിട്ട് 10 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ അങ്ങനെ വെക്കണം. അതിനുശേഷം ഒരു പ്രഷർ കുക്കറിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് 2 സവോള അരിഞ്ഞതും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നന്നായി വഴറ്റണം. വഴന്നതിന് ശേഷം 2 പച്ചമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് വഴറ്റണം. ഈ പൊടികൾക്ക് പകരം 2 സ്പൂൺ ഗരം മസാല ഇട്ടാലും 2 സ്പൂൺ ബിരിയാണി മസാല ഇട്ടാലും മതി. അതിനുശേഷം 2 തക്കാളി അരിഞ്ഞതും മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പ് ഇടുക. അതിനുശേഷം അരച്ച് പുരട്ടി വെച്ചിരിക്കുന്ന മട്ടൺ അതിലിട്ട് പ്രഷർ കുക്കറിലിട്ട് നന്നായി വേവിക്കുക. ഈ സമയം ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് പറങ്ങേണ്ടി മുന്തിരിയും വറക്കുക. അത് മാറ്റിയ ശേഷം അതേ പാനിൽ കുറച്ച് ഓയിലൊഴിച്ച് അരമുറി സവോള വറുത്തെടുക്കുക. അത് മാറ്റിയ ശേഷം അതിലേക്ക് 5-6 വെളുത്തുള്ളി അല്ലി ചതച്ചിട്ട് വഴറ്റുക. അത് വഴന്നു കഴിയുമ്പോൾ കുറച്ച് തക്കോലവും ജാതിപത്ര, കറുവപ്പട്ട, ഗ്രാമ്പു എന്നിവ ഇട്ട് വഴറ്റുക. ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന 3 കപ്പ് അരി ഇട്ടൊന്ന് വറക്കുക. ഒരു 2 മിനിറ്റ് വറക്കുക. വറുത്തതിന് ശേഷം 6 കപ്പ് തിളച്ച വെള്ളവും 1 ടീസ്പൂൺ നാരങ്ങാനീരും 1/2 സ്പൂണ് ഉപ്പും ചേർത്ത് ചോറ് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 75% വെന്ത ചോറ് വേകുമ്പോൾ അതിലെ പകുതി ചോറ് മറ്റൊരു പാത്രത്തിൽ മാറ്റി വെക്കണം. കാരണം അത് വേണം നമുക്ക് ദം ചെയ്യുമ്പോൾ ഏറ്റവും അടിയിൽ ഇടാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ബാക്കി ചോറ് നമ്മൾ വീണ്ടും വേവിക്കണം. വെന്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനിയും 75% വെന്ത ചോറ് ദം ചെയ്യുന്ന പാത്രത്തിലോട്ട് ഇടുക. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മട്ടണ് ഇതിൻ്റെ മുകളിൽ ഇടുക. അതിൻ്റെ മുകളിൽ വറുത്ത ഉള്ളിയും പറങ്ങണ്ടിയും മുന്തിരിങ്ങയും മല്ലിയിലയും ഒക്കെ ഇടാം. താല്പര്യമുള്ളവർക്ക് പുതിനയിലയും ഇടാം. അതിൻ്റെ മുകളിൽ ബാക്കി വെന്ത ചോറിടുക. അങ്ങനെ ഇത് എല്ലാം ഇട്ടതിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കണം. ഇങ്ങനെ 5 മിനിറ്റ് കഴിയുമ്പോൾ ഒട്ടും കുഴയാത്ത ടേസ്റ്റിയായ നല്ല മട്ടൻ ബിരിയാണി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളും ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.